ക്രിക്കറ്റിൽ ആഘോഷിക്കപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകളിൽ KL രാഹുലിനെ കാണാറില്ല. എന്നാൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ എടുത്തു പറയേണ്ട പേരുകാരനാണ്. 4 ഇന്നിംഗ്സുകളിലായി 140 റണ്ണാണ് സമ്പാദ്യം. സെമിയും ഫൈനലും ഉൾപ്പെടെ 3 കളിയിൽ പുറത്താകാതെ നിന്നു. ഒറ്റ അർദ്ധ സെഞ്ചുറി പോലുമില്ല. പക്ഷേ മധ്യനിരയിൽ സമ്മർദ്ദഘട്ടങ്ങളിൽ ഈ 32കാരൻ നൽകിയ റണ്ണുകൾ വിലപ്പെട്ടതായിരുന്നു. ഓപ്പണറായി കളി തുടങ്ങിയ വലം കയ്യൻ ബാറ്റർ പല വേഷത്തിൽ കളത്തിലെത്തി. ഇത്തവണ 6ാം നമ്പറിലായിരുന്നു. ഒപ്പം വിക്കറ്റ് കീപ്പറുടെ ചുമതലയും. വർഷങ്ങളായി മധ്യനിരയിൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്തെന്ന് ഈ ടൂർണമെന്റിലൂടെ രാഹുൽ വ്യക്തമാക്കി കഴിഞ്ഞു. തോൽവിക്കും ജയത്തിനുമിടയിലാണ് പലപ്പോഴും ക്രീസിലെത്തുന്നത്. സമ്മർദ്ദം നിറഞ്ഞ ഘട്ടങ്ങൾ, കുറഞ്ഞ പന്തിൽ കൂടുതൽ റൺ വേണ്ട സന്ദർഭങ്ങൾ, വിക്കറ്റ് നഷ്ടപ്പെടാതെ കരുതലോടെ ബാറ്റ് വീശേണ്ട സമയം, അപ്പോഴത്തെ ആവശ്യത്തിനനുസരിച്ചാണ് ബാറ്റിംഗ്. ഓസ്ട്രേലിയക്കെതിരായ സെമിയിൽ വിരാട് കോഹ്ലിയെ അപ്പുറത്ത് നിർത്തി ആക്രമിച്ചു കളിച്ചു. കോഹ്ലിയുടെ സമ്മർദ്ദം ഒഴിവാക്കി വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 34 പന്തിൽ 42 റണ്ണുമായി പുറത്തായില്ല. 2 വീതം 6ഉം 4ഉം പറത്തി. എന്നാൽ ഫൈനലിൽ ഇത്ര വേഗമുണ്ടായില്ല. 4ന് 183 റൺ എന്ന നിലയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് ക്രീസിലെത്തിയത്. ക്ഷമയോടെ ബാറ്റ് ഏന്തി ഓരോ പന്തിലും റൺ നേടി അനായാസം സ്ട്രൈക്ക് കൈമാറി. ഓരോ 6ഉം 4ഉമായിരുന്നു അകമ്പടി. ചാമ്പ്യൻസ് ട്രോഫിയോടെ 6ാം നമ്പർ സ്ഥാനം രാഹുൽ ഉറപ്പിച്ചു. 2027 നടക്കുന്ന ഏകദിന ലോകകപ്പിൽ ഈ മധ്യനിര ബാറ്ററിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാം.